അടിപൊളിയായിട്ടുണ്ട്. ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാം. അങ്ങനെ ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ഉള്ളിയോ തക്കാളിയോ പച്ചമുളകോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. അങ്ങനെ ഉപ്പെല്ലാം ചേർത്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ വെന്ത് പകുതി വേവായി വരുമ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെളുത്തുള്ളി ഒരു 5 അല്ലി ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ നല്ലപോലെ വെള്ളമായി വന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളം വറ്റാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കാം. അങ്ങനെ അതും വെച്ചതിന് ശേഷം വെള്ളമൊക്കെ വറ്റി വരണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. 1 പീസ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മളുടെ കറി തയ്യാറാക്കാം. അങ്ങനെ ഇതാ ചിക്കനൊക്കെ നല്ല വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയ നല്ലൊരു ചിക്കൻ വരട്ടിയതാണ്. അങ്ങനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.